ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തൃശ്ശൂർ പൂരത്തിൻ്റെ ആനച്ചമയം കാണാനാണ്. ഫസ്റ്റ് നമ്മൾ കയറുന്നത് തിരുവമ്പാടി വിഭാഗത്തിൻ്റെ ആനച്ചമയം കാണാനാണ്. ചേച്ചി തുടരുത്. കേരളെടുക്ക് തൃശ്ശൂർ പൂരത്തിന് നാളെ ആനകൾക്ക് ഒരുങ്ങാനുള്ള എല്ലാ ചമയങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇത് വെറൈറ്റി ആണോ എന്ന് ചോദിച്ചാൽ വെറൈറ്റിയാണ്, പക്ഷെ എല്ലാ വർഷവും കാണുന്ന പോലത്തെ ഒരു മോഡലാണിത്. ഈ ഒരു മോഡല് മുൻ വർഷങ്ങളിലൊക്കെ പല ടൈപ്പിൽ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ വർഷവും ചമയം കാണാൻ വരുമ്പോൾ ഈ ഒരു ഭാഗം എത്തുമ്പോൾ മിററാന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്നും തെറ്റിദ്ധരിക്കാറുണ്ട്. ഇന്നും അങ്ങനെ തന്നെ സംഭവിച്ചു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ വർഷം തിരുവമ്പാടി വിഭാഗത്തിൽ നിന്ന് വലിയ വെറൈറ്റികളൊന്നും ഇറക്കിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇതൊക്കെ എല്ലാ വർഷവും കാണുന്ന മോഡൽസ് തന്നെയാണ്. പിന്നെ ഇവർ സീക്രട്ടായിട്ട് ചിലത് എടുത്തു വെച്ചിട്ടുണ്ടാവും എന്ന് പറയും. അതിലെന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല. വെറൈറ്റി ഐറ്റംസൊക്കെ ചിലപ്പോൾ ഇവർ സീക്രട്ടായിട്ട് എടുത്തു വയ്ക്കും ആ സമയത്ത് ഇറക്കാൻ വേണ്ടിയിട്ട്. ഇത് കൊള്ളാം. ഇങ്ങനത്തെ കുറേ മോഡൽ, ടാബ്ലോ മോഡൽ ഉണ്ടാവാറുണ്ട്. പിന്നെ LED LCD ടൈപ്പൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊന്നും ഈ പ്രാവശ്യം കണ്ടില്ലല്ലോ. ഇത് ശരിക്കും അടിപൊളിയുണ്ട് കേട്ടോ കാണാൻ. നടക്കോ ചേട്ടാ, നടക്കോ.
നാളേക്കുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തിരുവമ്പാടി ടെമ്പിളിൻ്റെ മതിൽക്കെട്ടാണ്. അതിൻ്റെ സൈഡിൽ കൂടിയാണ് ഞാൻ വീഡിയോ പിടിക്കുന്നത്. ഈ സൈഡിലൊരു വീട്ടിൽ ഇതാ ആനേനെ കെട്ടിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ എവിടെ നോക്കിയാലും ആനയാണ്. തൃശ്ശൂർ പൂരത്തിന് വന്ന ആനകളെയൊക്കെ ഓരോ സൈഡിലായിട്ട് കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ ചമയമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പാറമേക്കാവ് ടെമ്പിളിൻ്റെ അവിടേക്ക് പോവാണ്. അവിടുത്തെ ചമയ പ്രദർശനം കാണാൻ പോവാം. അപ്പം നമ്മൾ പാറമേക്കാവ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. വരിയാണ്, പക്ഷെ അവിടെ ഒരു വരി ഉണ്ടായിരുന്നുള്ളൂ തിരുവമ്പാടി ഭാഗത്ത്. പക്ഷെ ഇവിടെ നോക്കി 3 വരിയാണ് നിൽക്കുന്നത്. പക്ഷെ വരി വേഗം വേഗം പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല. ചമയ പ്രദർശനത്തിൻ്റെ അവിടെ നമ്മൾ ചമയ ഹാളിൻ്റെ ഫ്രണ്ടിൽ തന്നെ കേരളത്തിലെ ഫേമസ് ആയ ആനകളിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ആന മേക്കർ ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നത്. ആന മേക്കർ എന്ന് പറയുന്നത് യൂട്യൂബറാണ് കേട്ടോ. ഇവിടെ തൃശ്ശൂർ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ആളുടെ ആനകളെ ഇവിടെ കൊണ്ടുവയ്ക്കാറുണ്ട്. ആ ഒരു ഇതിലാണ് ഞാൻ പറഞ്ഞത്. അറിയാത്തവർ വല്ലവരും ഉണ്ടെങ്കിൽ പറഞ്ഞതാ. ഫോട്ടോ എനിക്ക് തോന്നുന്നത് ഇത്തവണ തിരുവമ്പാടി വിഭാഗത്തിനേക്കാളും വെറൈറ്റി കളേഴ്സും വെറൈറ്റി കൊടകളും പാറമേക്കാവ് വിഭാഗത്തിലാണ് ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. പാറമേക്കാവിൻ്റെയും വടക്കുന്നാഥൻ്റെയും തിരുവമ്പാടിയുടെയും ടെമ്പിൾസിൻ്റെ മിനിയേച്ചറാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്.
ശരിക്കും ഒറിജിനാലിറ്റിയിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് പാറമേക്കാവ്, ഇത് വടക്കുന്നാഥൻ, ഇത് തിരുവമ്പാടി. ഇതൊരു വെറൈറ്റി കൊടയായിട്ടുണ്ട്. നടുവിൽ വരുന്നത് ഗണപതിയാണ്. ഇത് കാണുമ്പോൾ ഫാൽഗുനിക് പതക്കിൻ്റെ ഒരു പാട്ടില്ലേ, അതിൽ ഇങ്ങനെ ബൊമ്മകളെ വെച്ചിട്ടൊരു കുട ഉണ്ടാക്കില്ലേ, ആ കുടയുടെ അതേ മോഡൽ ഇത് അല്ലേ. ഇത് മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ ഒരു മോഡലാണ് വന്നിരിക്കുന്നത്. നല്ല രസമല്ലേ കാണാൻ, അടിപൊളിയുണ്ട്. ഇതും അങ്ങനെ തുന്നി പിടിപ്പിച്ചിരിക്കുന്നതാണ് കേട്ടോ, ഹാൻഡ് വർക്കാണിത്. ഈ രണ്ട് വിഭാഗത്തിന് കുട നിർമ്മാണത്തിന് തന്നെ പ്രത്യേക ആൾക്കാരുണ്ട്. അവരുടെ തൊഴിലാണിത്. ഒരു വർഷത്തെ തൃശ്ശൂർ പൂരം കഴിയുന്ന അന്ന് തൊട്ട് അടുത്ത വർഷത്തേക്കുള്ള കുടകളുടെ നിർമ്മാണം അവർ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനത്തെ ഒരു വർഷത്തെ പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള കുടകളാണ് ഇതൊക്കെ. ഇത് ഡ്രസ്സുമ്മ പിടിപ്പിക്കുന്ന പോലത്തെ മുത്തുകളും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു. മിറർ വർക്കൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു വർഷത്തിൻ്റെ പ്രയത്നം എന്ന് പറഞ്ഞത് കുടയുടെ കാര്യത്തിൽ മാത്രമല്ല, വെഞ്ചാമരത്തിൻ്റെയും ആലവട്ടത്തിൻ്റെയും അങ്ങനെ വരുന്ന എല്ലാ കാര്യങ്ങളുടെയും കാര്യമാണ് പറയുന്നത്. ഈ ഫുൾ ആനച്ചമയത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ തൃശ്ശൂർ പൂരത്തിലെ ഓരോ കാര്യങ്ങളും അങ്ങനെയാണ്, ഒരു വർഷത്തെ പ്രയത്നം കൊണ്ടാണ് ഉണ്ടാവുന്നത്. നല്ലൊരു മോഡലായിട്ടുണ്ട്, ഒരു രാജസ്ഥാനി ലുക്കായിട്ടില്ല ഇത് കാണാൻ. ഇതും കുടകളാണ്, പക്ഷേ കുടയുടെ മോഡലിലല്ല എന്ന് മാത്രം. ഇത് ഉയർത്തവർ ആനയുടെ മുകളിൽ. അപ്പം നമ്മൾ തിരുവമ്പാടി വിഭാഗത്തിൻ്റെയും പാറമേക്കാവ് വിഭാഗത്തിൻ്റെയും ആനച്ചമയങ്ങൾ കണ്ട് ഇറങ്ങുകയാണ്. ഇനി ഇതിൽ എത്ര വെറൈറ്റീസ് ഇവർ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. നമുക്കെന്തായാലും കുടമാറ്റത്തിൻ്റെ സമയത്താണ് അത് അറിയാൻ പറ്റുള്ളൂ. ചേട്ടാ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും ഒക്കെ ഒരുപാട് ആനകളെ കൊണ്ട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ വിശ്രമിക്കുകയാണ്. നാളെ ഫുള്ള് വർക്കായിരിക്കും അവർക്ക്. അപ്പോൾ അവർ ഭക്ഷണമൊക്കെ കഴിച്ച് വിശ്രമിക്കുകയാണ് ഈ സമയത്ത്. ചില ആനകളൊക്കെ കിടന്നുറങ്ങുകയാണ്. കണ്ടോ, അറ്റത്ത് കണ്ടോ കിടക്കുന്നത് കണ്ടോ. അപ്പോൾ ഈ വർഷത്തെ തൃശ്ശൂർ പൂരത്തിൻ്റെ ചമയ പ്രദർശനം ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഗൈസ്, അടച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആർക്കും അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല, ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. അപ്പോൾ നമ്മൾ സൈൻ ഔട്ട് ചെയ്യാൻ പോവാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സ്റ്റേ ട്യൂൺ മൈ നെക്സ്റ്റ് വീഡിയോ.